ഹലോ വെൽക്കം ബാക്ക്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ശാന്തമായിട്ടുള്ളൊരു വ്ളോഗാണ് എപ്പോഴും ഇഷ്ടം. പക്ഷെ അങ്ങനെ സാധിക്കാറില്ല. ഞാൻ ലൈവ് വോയിസിൽ മാക്സിമം കൊടുക്കാൻ കാരണം ഓരോ തിരക്കുകൾ കൊണ്ടാണ് 24 മണിക്കൂറൊന്നും തികയാണ്ടായി പോയൊരു സിറ്റുവേഷനാണ്. എന്നാലും ഞാൻ വിചാരിക്കുകയാണ് നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും ചിന്തിച്ച് കൂട്ടി ടെൻഷൻ ആവുന്നതും എന്താ പറയുക ബുദ്ധിമുട്ട് വരുത്തുന്നതൊക്കെ. അപ്പോൾ ചിന്തിക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് ബിസിയാണ്. വീട് പണീൻ്റെ ആ ലാസ്റ്റ് സ്റ്റേജ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണല്ലോ. എപ്പോഴും നമ്മൾ അവിടെ തന്നെ വേണം. പിന്നെ നമ്മൾ ഐഷാസ് കാട്ട് ബിസിനസ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, കുട്ടികളെ നോക്കുക, പിന്നെ റീനുവിൻ്റെ 12th എക്സാം, ബോർഡ് എക്സാമൊക്കെ അല്ലേ, എല്ലാം കൂടി ആയപ്പോൾ ആകെ മൊത്തം ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നോ, മഹബൂളാപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പക്ഷേ മാങ്ങയുടെ സൈസ് കുറച്ച് വലുപ്പം കൂടി, അതായത് അണ്ടി കൂടാത്ത മാങ്ങ വേണം കടുമാങ്ങയ്ക്ക്. അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഒരു മാങ്ങ ഇട്ടുള്ള മീൻ കറി, മാങ്ങ വെണ്ടയ്ക്കായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇൻസ്റ്റഗ്രാമിലോട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് മീൻസ് പ്രിപ്പറേഷൻ വ്ളോഗൊക്കെയാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ എപ്പോഴും വ്ളോഗിലൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം ഇതൊന്നും വീഡിയോ എടുക്കാനുള്ള നേരമില്ല. ഒക്കെ ഇങ്ങനെ ഹറിബറിയിലാണ് ചെയ്യലതൊക്കെ. എല്ലാവരും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എല്ലാവരും ബിസി തന്നെ ആയിരിക്കും. ആരെയും നമ്മൾ ചെറുതാക്കി കാണുന്നത് ശരിയല്ല. വീട്ടും പണി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത്യാവശ്യം മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് എത്തേണ്ട ഒരു സ്ഥലമായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഒന്നും ആലോചിക്കാനില്ലെങ്കിൽ വീട് പണി നല്ല രസമാണ്. പക്ഷെ കുറേ പണികളുണ്ടാകുമ്പോഴേ വീട് പണി അത്ര രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മീൻ കറി, അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി കറി ഉണ്ടാക്കണം, മീൻ മുറിക്കണം. അയിലയാണ്. എല്ലാവരും പറയാറുണ്ട് നിങ്ങളെപ്പോഴും അയിലാണല്ലോ എടുക്കാറുണ്ട്. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില. അപ്പം മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കാണുമ്പോൾ ഇക്ക എന്തായാലും വാങ്ങിക്കും. അപ്പം ഈ ഒരു കറിയിലോട്ട് വെണ്ടയ്ക്കുണ്ട്, പച്ചമാങ്ങ ഉണ്ട്, തക്കാളി ഉണ്ട്. അപ്പം തക്കാളിയും പുളിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാത്തിൻ്റെയും പുളിയും കൂടി കുറേശ്ശെ ചേർത്താലാണ് നമ്മൾ കറി നന്നാവുള്ളൂ. അപ്പം തക്കാളി 2 എടുത്തിട്ടുണ്ട്. അത് വല്ലാണ്ട് ചെറുതാക്കിയിട്ട് അരിയരുത്, കുറച്ചൊരു കനത്തിൽ, എന്നാലേ ആ ഒരു ഇതിൽ നന്നായിട്ട് ഉടഞ്ഞ് ചേരുള്ളൂ. പിന്നെ പച്ചമുളക് 2, പച്ചമാങ്ങ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയ 2 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വലിയ മാങ്ങ എടുത്തു. പിന്നെ വെണ്ടയ്ക്ക ഈ മീൻ കറിയിൽ നിന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഏത് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലർ പറയും അയ്യേ വെണ്ടയ്ക്ക മീൻ കറിയിലൊക്കെ ഇടുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ്. മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് വെണ്ടയ്ക്ക അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റെഡിയാക്കി വെച്ചതാണ് എല്ലാതും. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലോട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രിപ്പറേഷനൊന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റി വല്ലാണ്ട് പറയുന്നില്ല. പക്ഷെ കറി അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നിന്ന് ആ വെണ്ടയ്ക്കയും പച്ചമാങ്ങ ഒക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ നമുക്ക് ഇവിടുന്ന് ഓടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡ് കഴിച്ചിട്ട് വേണം വേഗം വീട് പണീൻ്റെ അവിടേക്ക് പോകാൻ. അവിടെ നിന്ന് വിളിയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ ഇല്ലാഞ്ഞാൽ ഒന്നും ശരിയാവില്ലല്ലോ. ലാസ്റ്റ് സ്റ്റേജ് എത്തിയില്ലേ. അപ്പോൾ കറി ഒന്നങ്ങോട്ട് കുറുകണം. ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കണം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചിലർക്ക് ഭയങ്കര കട്ടിയിലുള്ള കറിയായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഭയങ്കര വെള്ളം പോലത്തെ കറി. നമ്മളിവിടെ മലപ്പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ മുളുവീത്തി എന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ ലൂസായിട്ടുള്ള കറി ഭയങ്കര ടേസ്റ്റ്. അതിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട് പണീൻ്റെ അവിടേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു ഇന്ന്. ഞാൻ പറഞ്ഞല്ലോ ഡെയിലി വീഡിയോ ഇടാനുള്ള അത്രയും കോണ്ടൻറ്റ് ഉണ്ട് ഇപ്പം വീട് പണി റിലേറ്റഡ് ആയിട്ട്. പിന്നെ എനിക്കും മടിയാണ്, എഡിറ്റ് ചെയ്തിടാനും വേണം, നമുക്ക് സമയമില്ല അതിന്. അങ്ങനെ അപ്പം ഈ ഒരു ടീമിൻ്റെ സോളാർ വർക്ക്സാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഞാനതിൻ്റെ വീഡിയോ മുമ്പ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനന്ന് പറഞ്ഞിരുന്നു 5 കിലോവാട്ട് ഹൈബ്രിഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലും എത്രയാണ് നമ്മൾ കൺസംഷൻ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മീൻസ് ഈ ഒരു കിലോവാട്ടൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല, നമ്മളെപ്പോഴും മീൻസ് കറണ്ട് ഈ AC യൂസ് ചെയ്യണമെന്നില്ല. അങ്ങനെ അതുകൊണ്ട് ഹൈബ്രിഡ് തന്നെ ഞങ്ങൾ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 5 കിലോവാട്ട് ഹൈബ്രിഡാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ
പുറത്തേക്ക് ഇറക്കി വെക്കുവാണ്. 2 ദിവസത്തിനകത്ത് ഇതിൻ്റെ പണി തുടങ്ങും ഇൻഷാ അല്ലാഹ്. പാനൽസൊക്കെ ഇറക്കി വെക്കുവാണ്. അപ്പോൾ ഒന്ന് കാണിക്കാം. പിന്നെ ഞങ്ങൾക്ക് ചെയ്യുന്ന ഈ ഒരു സോളാർ ടീമിൻ്റെ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഒന്നും തന്നെ പേടിക്കാനില്ല. നല്ല അടിപൊളി കസ്റ്റമർ സർവീസാണ്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഞാൻ വെക്കുന്നതുകൊണ്ട് തന്നെ പറയുന്നത് അത്രയും ധൈര്യത്തിൽ കേട്ടോ. പൈപ്പ് പ്രശ്നമില്ല, പാനലിനൊന്നും പറ്റാണ്ടിരുന്നു. ആയിഷ കിച്ചൺ അതകത്ത് വെക്കാം. അത് ഞാൻ റൂം ഒരു ഇത് തരാം. കാണില്ല. ഹായ് കാണിച്ചേ. മുഖം കാണില്ല. മുഖം ഇങ്ങോട്ട് എന്നാലേ കാണുള്ളൂ. മുഖം കാണൂലേട്ടാ. എൻ്റെ പേരേ ഐഷ എന്നാണ്. ഐഷ കിച്ചൻ അല്ലട്ടാ. കണ്ടില്ലേ? ആ കണ്ട് ഹായ് പറഞ്ഞേ. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടികൾ കുറേ നേരമായിട്ട് ഐഷാസ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ഐഷാസ് കിച്ചൻ എന്നാണെന്നാണ് വിചാരിക്കുന്നത്. ഐഷ എന്നല്ല, ഐഷാസ് കിച്ചൻ എന്നാണ് എല്ലാവരും വിളിക്കട്ടെ തന്നെ. അപ്പോൾ എന്തായാലും സന്തോഷമേ എന്തായാലും അവരൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കുറച്ച് നേരത്തെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ സിൽവാൻ ലൈറ്റ്സ് നമ്മുടെ ലൈറ്റ്സ് വന്നത് കേട്ടോ. അപ്പം ഈ വലിയ വലിയ ലൈറ്റ്സൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഹാങ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരികയാണ്. എന്നിട്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അത് ഹാങ് ചെയ്തിട്ട് വേണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കാണെങ്കിൽ ഈ സ്റ്റെയർസിൻ്റെ അവിടെ ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് വേണം. പക്ഷെ അത് താഴെ വരെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള സ്പേസ് ഇല്ല. ഒരു ലാൻഡിങ് വരുന്നുണ്ട് സ്റ്റെയർസിൻ്റെ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലൈറ്റ്സും അങ്ങനത്തെ ലൈറ്റ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ വലിയ ഹാങ്ങിങ് എടുക്കാൻ പറ്റില്ല. അപ്പം ലൈറ്റ്സും ഈ സോളാറിൻ്റെ ബാറ്ററിയും എല്ലാം കൂടി നമ്മൾ റൂമിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോന്നു. അങ്ങനെ ഇനിയിപ്പോൾ സോളാർ പാനൽസ് ഇറക്കുവാണ്. സോളാർ പാനൽസിൻ്റെ ഒരു വശം ഭയങ്കര സ്മൂത്താണ്, ഈ വണ്ടീൻ്റെ ഒക്കെ ഗ്ലാസ് പോലെ. അപ്പോൾ ആ ഭാഗം അകത്തേക്ക് വെച്ചിട്ട് മറ്റേ ഭാഗം പുറത്തേക്ക് ആക്കുവാണ്. അങ്ങനെ അപ്പം ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീടിൻ്റെ മുറ്റം പണി നടക്കുന്നുണ്ട്. മീൻസ് ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിന് ശേഷമുള്ള വ്ളോഗ്സൊക്കെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറേ പണികൾ ഇങ്ങനെ എല്ലാ ദിവസവും നന്നായിട്ട് പണികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡിലേ ആണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ വീഡിയോസൊക്കെ കുറച്ച് ദിവസം മുമ്പ് ഒരു 1 വീക്ക് ഗ്യാപ്പിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാവുന്നുണ്ട്. കുറേ പെൻഡിങ് വീഡിയോസ് വരുന്നുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ആ പാനൽസൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം അവിടെ പണി നടക്കുന്നുണ്ട്, മീൻസ് ഈ സോളാറിൻ്റെ പണി. അങ്ങനെ പിന്നെ സോളാറിൻ്റെ ടീമും പോയി, നമ്മളെ ലൈറ്റ്സിൻ്റെ ടീമും പോയി. സാധനങ്ങളൊക്കെ ഇവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം അത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. അത് വേറെ ദിവസം എടുത്തിട്ടുള്ളതാണ്, എന്നാലും ഇതിനെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. കുറേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലേൻ്റെ ആ ഒരു മരം ഉണ്ടല്ലോ, അതൊന്ന് വെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്, നല്ല ഇല വരാൻ വേണ്ടിയിട്ട്. ഇനി ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഇല വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വെട്ടിത്തരാമെന്ന് കേട്ടോ. വലിയ കൊമ്പ് ഒരു ഉറി നമുക്ക് വാങ്ങിക്കണല്ലേ. ഉള്ളിന്നാണ്, ഉറിയല്ല. ഉറി എന്ന് പറഞ്ഞാൽ അട്ടത്ത്
ഇത് അങ്ങനെ ഉള്ളി അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് വെക്കണോ? ഇവർ കണ്ടിട്ടില്ലേ ഒരു സാധനം വെച്ചിട്ട് എന്താ പറയുക മണൽ വെച്ചിട്ട് മൂർച്ച വിട്ടണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. കത്തി നല്ല അരിയകത്തിയാണ്, നല്ല മൂർച്ചുള്ള, അല്ലെങ്കിൽ ചീന്തി പോരും. ഷെഫീക്ക് കാണണ്ട മൂപ്പരെ പണിക്കാരെ വെച്ചിട്ട് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം മുറിപ്പിച്ചെന്ന്. മൂപ്പര് പറയാ നിങ്ങൾ പെരപ്പണി തീർന്നിട്ടില്ല എന്നോട് പറയരുതിട്ടാന്ന് പറയും. അയ്യോ ഈ കൊമ്പതാ ആ കൊമ്പ് നടുക്കാണ് വെട്ടിക്കണം. ആ വലിയ കൊമ്പ് അത് കുറച്ചുകൂടി മേലക്കാണ് വെട്ടിക്കണം. ഉളി അല്ല ഉളി അതേപോലെ തന്നെ മേലക്കണം. ഒരു ഇല ഇച്ചിരി ഇനി പുതിയത് വരണം. ഇതെല്ലാം ഒരു കറുപ്പ് വെച്ചിട്ട് നമ്മുടെ കറിവേപ്പില ഈ ഒരു പൊസിഷനിലായി. ഇതാ ഇതിലൊക്കെ നല്ല ഇലുണ്ട്. ഇതിൽ നോക്ക്, വൈറ്റ് കളർ അതിൽ നോക്കുന്നത് ഇതല്ലേ. ഇതിപ്പോ 1-2 ഇലകൾ മാത്രമേ ഉള്ളൂ നല്ലത്. സൂക്ഷ്മമായി നോക്കിയാലും അതും കേടാണ്. ഓരോ തവണ ആക്കുമ്പോഴും ഉണ്ട്. നാലുണ്ടാക്കിയിട്ടുള്ളൂ. 5 പേരില്ലേ നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറും എനിക്കുണ്ടാവില്ല. ഒരു കഷ്ണത്തെ നോക്കിയിട്ട് പറയാൻ എനിക്ക് വേണോ വേണ്ടത്. ബ്രെഡ് ഓംലെറ്റ് ചീസ്. റൂയി എന്തുണ്ടാക്കി നോക്കാം, പോയി നോക്കാം. റൂയ്ക്ക് വേണ്ടല്ലോ, റൂയ്ക്ക് ഇഷ്ടമല്ല. 4 ചീസാണ്. സ്പെഷ്യൽ പിസ്സ എങ്ങോട്ട് നോക്കാം. ഉണ്ട് ചീസായ പിന്നെ ഭയങ്കര ടേസ്റ്റാ. എല്ലാരും നിന്നിട്ട് കഴിക്കണേ. ഞാൻ കടിച്ചു വെച്ച് വേറെ കഴിക്കട്ടോ. അല്ല എനിക്കപ്പോ വേറെ വേണോ? രാക്ഷസമായ ചെറിയ വായ കേറ് കുട്ടി. ഒന്ന് കേറി നമുക്ക് പോവായിരുന്നു.
അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത ദിവസം വീട് പണിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇതന്നെ ഡെയിലി ഈ പോവലും വരലും തന്നെയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ബിസിനസ്സും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ കൂടി ഒരു എന്താ പറയുക, ആലോചിക്കാൻ വയ്യ. പിന്നെ ഇതാ നല്ല പച്ചമാങ്ങ ജ്യൂസ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ പച്ചമാങ്ങ ഏതായാലും കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്തുണ്ടാക്കിയ കേട്ടോ, മൂത്തച്ഛി ഉണ്ടാക്കിയതാണ്. മധുരമായിട്ടുള്ള ജ്യൂസാട്ടോ, നല്ല എരിവും പുളിയും മധുരമൊക്കെ കൂട്ടിയുള്ള ജ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോമ്പിനൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ്. അത് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയാണ്. നടക്ക്, മീനുണ്ടോ? ഹായ്, ഇതാരെ വീടാ? ഇതാരെ വീടാണ്? റൂയിൻ്റെ ആണ്. അപ്പോൾ റിസൻ്റെ അല്ലേ? റിസൻ്റെ റോസിൻ്റെ അല്ലേ? റൂയിൻ്റെ ആണ്. ആ, റൂയിൻ്റെ വീടാണ്. തന്നെ. ആഹാ, പപ്പൻ്റെ റൂയിൻ്റെത് ജൂണിലാണല്ലേ? അപ്പോൾ ഊയിൻ്റെ കുട്ടിയാണ് അല്ലേ? എവിടേക്കാണ് കയറി പോകുന്ന ഒരാൾ? നമ്മളെ കൊളോണിയൽ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെക്കാനായിരുന്നു അല്ലേ? റൂയിനെ വിളിക്കണത്, റൂയിനെ വിളിക്കണേ. അതാ വാ. റോയിക്ക് ഭയങ്കര ഫാൻസാണ്. ആരെ നോക്കാം? സ്റ്റോറൂമിൻ്റെ പലക അല്ലേ? എന്തിന്? ബാക്ക് ഷീറ്റാണ്. ഇതാണ് റൂയിൻ്റെ വീടാ. സന്തോഷം. ഇതാണ് ടെക്സ്ചർ പെയിന്റ്. എവിടെ? ഓ, ഇവിടെ ടെക്സ്ചർ ചെയ്തോ? ടെക്സ്ചർ പെയിന്റ്. ഈ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്ലാസ്സൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഞാനൊക്കെ ഒഴിവാക്കിച്ചു. കാരണം എനിക്ക് മെയിൻ്റനൻസ് കൂടുതലുള്ള പണികളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ സ്റ്റെയർസിൻ്റെ അവിടെ ഇത് ടെക്സ്ചർ പെയിൻറ്റ് വരാൻ തന്നെ മെയിൻ കാരണം മെയിൻ്റനൻസ് കുറവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൈ കുത്തി പോവുമല്ലോ ചുമരിൽ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് മെയിൻ ഹാങ്ങിങ് ലൈറ്റ് വെച്ചു. ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ കാര്യം അങ്ങനെ തന്നെ. താഴെ തട്ടുന്ന വരെയുള്ളത് എനിക്കിഷ്ടമാണ് കാണാൻ. പക്ഷേ നമ്മുടെ വീട്ടിൽ എനിക്കിഷ്ടമല്ല. കാരണം അത് പൊടി പിടിക്കാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. എനിക്ക് മെയിൻ്റനൻസ് എളുപ്പമുള്ള പണികളെ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ. നമ്മൾ സ്വന്തം എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ മെയിൻ്റനൻസ് കുറവുള്ള പണികളെ ഞാൻ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിലും കുറേ കബോർഡ്സൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് അപ്സ്റ്റേഴ്സിലുള്ള ഒരു റൂമാണ്. നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ഒന്നും കൂടി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. മീൻസ് ഹാങ്ങിങ് ലൈറ്റ് ഭയങ്കര ഗ്രാൻഡായിട്ട് വെച്ചിട്ടില്ല, എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ കേട്ടോ. പിന്നെ ഇത് റീഡിങ് റൂമാണ്. ഇവിടെയും ഈ ഒരു ഗ്ലാസ് ഡോർ വേണ്ടാന്ന് പറയും നമ്മൾ ആർക്കിടെക്റ്റ്. അങ്ങനെ വിശാലമായി കിടക്കുമ്പോഴാണ് രസമെന്ന്. പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ പൊടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് അടച്ചിടണമെങ്കിൽ ഒരു ഗ്ലാസ് ഡോർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നിർബന്ധമായിട്ട് ഞാൻ വെച്ചതാണ് ഇങ്ങനെ. എനിക്കിങ്ങനെ ഫുള്ള് തുറന്ന് എടുക്കണം എനിക്കിഷ്ടമല്ല. കുറച്ചൊക്കെ ഒരു ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചുറപ്പിൽ വെക്കുന്ന അങ്ങനത്തെ ഇഷ്ടം കേട്ടോ. പിന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ് എനിക്കൊരു നല്ല ഡൗട്ടുണ്ട്. അതായത് നമ്മൾ ആർക്കിടെക്റ്റ് പറഞ്ഞാണ് ഇതിവിടെ വേണമെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് കൈ തട്ടുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സാണ്. എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം കുട്ടികളൊക്കെ കൈ തട്ടുന്ന രീതിയിലാണ് ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നത്. എന്നാലും കിടക്കട്ടെ, കുറച്ചൊക്കെ നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ ഇഷ്ടത്തിലും വെക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ബൈ.